ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പത്തിരിയും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വറുത്തരച്ച കോഴിക്കറിയുമാണ്. അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്നത് നമ്മളൊരു സിമ്പിൾ മെത്തേഡിലാണ്. അതിനായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ മാവ് വാട്ടിയെടുക്കുന്ന പോലത്തെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 250 കപ്പിന് 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അരിപ്പൊടി ആവശ്യം അതിനനുസരിച്ച് എടുക്കുക. പിന്നെ വേണ്ടത് അതിലേക്ക് ഉപ്പാണ്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് മാവൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അളവായിട്ട് വേണം വെള്ളം പാകത്തിന് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അരിപ്പൊടിക്ക് 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മാവ് നന്നായി ഒന്ന് കലക്കി എടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കുക. നമ്മൾ അരച്ചെടുക്കുന്ന അരിമാവില്ലേ, ആ ഒരു രീതിയിൽ വേണം മാവ് ആക്കി എടുക്കാനായിട്ട്, കുറച്ച് ലൂസാക്കിയിട്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് അളവായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കട്ടകളൊന്നും ഇല്ലാതെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് കലക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ട് നിർത്താതെ ഇളക്കി കൊടുക്കാം. ഒരു ചട്ടകം വെച്ചിട്ടൊക്കെ പതുക്കെ ഇളക്കി കൊടുക്കുക, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം കൂടുതലായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാവ് കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ട് ലേശം വെള്ളം കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടുതലാവാതിരിക്കുക. ഞാനിപ്പോൾ ഇത് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് നൂലിപ്പുട്ടിനുള്ള മാവും ആക്കിയെടുക്കാം. ഇടിയപ്പത്തിനുള്ളത്, ഇടിയപ്പത്തിനാവുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂട്ടിയെടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. വെള്ളം ഇനി ഒന്നുകൂടെ ഡ്രൈ ആയി വരണം. അപ്പോൾ ഇതാ വെള്ളം നന്നായി ഡ്രൈ ആയിട്ട് നമ്മൾ മാവ് വാട്ടിയെടുക്കുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിത് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ പരുവത്തിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. ഇനി ഞാൻ ലേശം പൊടിയൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മാവ് വാട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് നേരം കുഴക്കണം. പക്ഷേ ഇത് അത്ര നേരം കുഴക്കേണ്ട ആവശ്യമില്ല. മാവൊന്ന് സെറ്റാക്കി ഒന്ന് എടുത്താൽ മാത്രം മതി. ഇനി നമുക്കിത് ഇപ്പം തന്നെ പത്തിരി പരത്തിയെടുക്കാം. മാവ് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ലേശം പൊടി എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താലും മതി. ഇനി ഇതിന്ന് ഞാൻ ഒരു മീഡിയം സൈസുള്ള ബോൾസാക്കി എടുത്തിട്ട് പത്തിരി പരത്തിയെടുക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പത്തിരി പ്രസ്സിലാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ലേശം പൊടിയൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാ പത്തിരി പരത്തിയെടുക്കുന്ന രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഇതാ ഞാൻ പത്തിരി പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അരിപ്പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കുമ്പോൾ പലർക്കും ചിലപ്പോൾ കിട്ടാറില്ല. ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ഡ്രൈ ആയി വരും, ചിലപ്പോൾ വെള്ളം കൂടുതലായി. ഇപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ മെത്തേഡാണിത്. ഇനി ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വെള്ളം ലേശം കൂടുതലായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താലും മതി. അതാ ഞാനിപ്പോൾ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 3-4 എണ്ണം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ സാധാ പത്തിരി വാട്ടി പരത്തിയെടുത്ത പോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഒട്ടലോ സൈഡ് വിള്ളലോ അങ്ങനെയൊന്നും ഇല്ല. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. സാധാ നമ്മൾ എപ്പോഴും പത്തിരി എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതുപോലെ തന്നെ ചുട്ടെടുക്കാം. 2 സൈഡ് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ആ സെൻറ്ററിൽ നന്നായിട്ട് പൊന്തി വരും മാവ്. ഒരു ബലം പോലെയോ ഒന്നുമില്ല. നമ്മൾ സാധാ എങ്ങനെയാണോ പത്തിരി അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പത്തിരിയൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ട്രിക്കാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വളരെ പെട്ടെന്ന് പത്തിരി ഉണ്ടാക്കിയെടുത്തു. ഇനി അതുപോലെ തന്നെ ഇതിന് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ചിക്കൻ വറുത്തരച്ച കറിയും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. ചൂടായ കുക്കറിലേക്ക് ലേശം ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് 3 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയി വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് മുളക് പൊടിയും മല്ലിപ്പൊടിയും
മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടി അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മല്ലിൻ്റെയും മുളകിൻ്റെയും പച്ചമണം മാറുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് മസാല ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാല ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. പിന്നെ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. 2 വിസിലിന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇനി തേങ്ങ വറുത്തെടുക്കാനായിട്ട് ചീനച്ചട്ടിയിലേക്ക് ലേശം ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വലിയ ജീരകം ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വറുത്താൽ മതി, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം ഇതിലേക്ക് 1 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള നന്നായി ഒന്ന് കളർ മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1.5 മുറി തേങ്ങ ചിരകിയതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ കറി കൂടുതലോ കുറവോ വേണ്ടത് അതിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ തേങ്ങയുടെ കളർ ഒന്ന് മാറുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തേങ്ങ ചൂടാറാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇതാ ചിക്കൻ 2 വിസിലിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ലേശം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ലേശം ഒന്ന് ലൂസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ലേശം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ആ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലേശം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പത്തിരിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനൊക്കെ അല്ലേ, ഇതിപ്പോൾ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുക, സാധാ ചോറിൻ്റെ കൂടെ കഴിക്കുക. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് നേരം തിളപ്പിക്കരുത്. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റാം. ഇനി നമ്മളൊന്ന് ഇത് താളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് ലേശം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കറിവേപ്പില മൂപ്പിച്ചെടുക്കുക എണ്ണയിൽ. ഇത് നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ വറുത്തരച്ച ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന പത്തിരിയും അതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള വറുത്തരച്ചുള്ള ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വെറൈറ്റി വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.